നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുന്നുണ്ട്. തിങ്കളാഴ്ചയോടെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം സുരക്ഷ കണക്കിലെടുത്ത് പ്രതിയെ ഇന്നലെ ആലത്തൂർ സബ് ജയിലിൽ നിന്നും വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇതിനിടെ സുധാകരന്റെ മക്കൾക്ക് കൈത്താങ്ങായി CPM രംഗത്തെത്തി. അച്ഛനും അമ്മയും നഷ്ടമായ അഖിലയ്ക്കും അതുല്യയ്ക്കും ജോലി നൽകാനാണ് തീരുമാനം. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ ഇരുവർക്കും ജോലി നൽകുമെന്നും തുടർന്നുള്ള നിയമപോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അറിയിച്ചു. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഇപ്പോൾ ഇവർക്ക് കൈത്താങ്ങായി ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. എന്താണിപ്പോൾ പാർട്ടിയുടെ CPMന്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, സുധാകരന് 2 മക്കളാണുള്ളത്. ഇതിൽ മൂത്ത മകൾ അതുല്യയ്ക്ക് ജോലിയുണ്ട്, നഴ്സാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മകൾ അഖിലയ്ക്ക് ജോലിയാണ് CPM ഇപ്പോൾ വാഗ്ദാനം ഉറപ്പ് നൽകുന്നത്. അതായത് CPMന്റെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ ഈ സുധാകരന്റെ മകൾക്ക് ജോലി ഉറപ്പാക്കും. ഈ കുട്ടികളുടെ ബാക്കിയുള്ള നിയമ പോരാട്ടത്തിനും അത്തരത്തിലുള്ള ഈ സാമ്പത്തിക ആവശ്യങ്ങൾക്കും എന്തിനും CPM ഒപ്പമുണ്ട് എന്നാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ നിയമ പോരാട്ടത്തിനടക്കം ഒപ്പമുണ്ട്, എന്താവശ്യത്തിനും ഒപ്പമുണ്ട് എന്ന് തന്നെ EN സുരേഷ് ബാബു ഈ മക്കളെ വീട്ടിലെത്തി ചെതിലിലെ ബന്ധുവിന്റെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കത്തിലാണല്ലോ പോലീസ് ഉള്ളത്. ഇയാളുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം ഇയാളെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയ പശ്ചാത്തലമുണ്ട്. എന്താണ് ആ തരത്തിൽ പോലീസിന്റെ നീക്കം? തിങ്കളാഴ്ച മറ്റന്നാളോടുകൂടി കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളതാണല്ലോ അല്ലേ? രഞ്ജിത്ത്, ഇന്ന് അപേക്ഷ നൽകി, അതായത് തിങ്കളാഴ്ചയോട് കൂടി കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തിങ്കളാഴ്ച മുതൽ പ്രതിയുടെ കസ്റ്റഡി ആവശ്യപ്പെടും. ഇത് എത്ര ദിവസത്തേക്ക് എന്നത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതി കൊലപാതകം ചെയ്യുന്നത് നേരിട്ട് കണ്ട ദൃക്സാക്ഷികളൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ തെളിവുകൾ കൂടുതലായി ശേഖരിക്കുക എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റകൃത്യം ആവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പ്രതി മൊഴി നൽകിയതനുസരിച്ച് ഈ സുധാകരന്റെ ഇരുചക്ര വാഹനം തന്നെ ഇടിക്കുകയും അതിന്റെ ഒരു പ്രകോപനത്തിലാണ് സുധാകരനെ വെട്ടിക്കൊന്നത്. പിന്നീട് സുധാകരന്റെ മാതാവ് ലക്ഷ്മി തെറി വിളിച്ചുകൊണ്ട് ഓടി വന്നപ്പോഴാണ് മാതാവിനെ കൊലപ്പെടുത്തിയത് എന്ന തരത്തിലായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഈ കുടുംബവുമായി പ്രതിക്ക് വ്യക്തിവൈരാഗ്യമുണ്ട്, ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്നതടക്കമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കുറ്റകൃത്യം ആവിഷ്കരിക്കൽ, അതായത് വെറും ഒരു തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം സീൻ റീക്രിയേറ്റ് ചെയ്യുക എന്നതിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതോടൊപ്പം ഈ പ്രതിയുടെ സുരക്ഷ, അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രതിയോടുള്ള ഒരു രോഷം, അതിനെതിരെ ഉള്ള ഒരു പ്രകടനം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതാണ്. പോലീസ് സ്റ്റേഷനിൽ അടക്കം ഈ നാട്ടുകാരുടെ സംഘം ചേർന്ന് ഈ പ്രതിയെ വിട്ടുതരൂ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന തരത്തിൽ ഈ പ്രതിക്ക് വേണ്ടി ഈ നാട്ടുകാർ ബഹളം വെക്കുന്നതും അല്ലെങ്കിൽ രോഷപ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രതിയെ തെളിവെടുപ്പിനും മറ്റും ഈ നാട്ടിലേക്ക് സമീപവാസികളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും നാട്ടുകാരുടെ പ്രതികരണം ഉണ്ടാവുക, പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കണം. അതിനുവേണ്ടി തന്നെ രഹസ്യമായിട്ടായിരിക്കും ഇനിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ. കാരണം ഈ പ്രതിയുടെ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എന്ന് സംബന്ധിച്ച് വ്യക്തത നൽകിയിട്ടില്ല പോലീസ്. ഒപ്പം തന്നെ നാട്ടുകാരുടെ രോഷം അടങ്ങിയതിന് ശേഷം മാത്രം മതി ബാക്കി നടപടികൾ എന്നാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഒപ്പം തന്നെ ഇന്നലെ ഈ ആലത്തൂരിലെ ജയിലിൽ നിന്നും പ്രതിയെ വിയൂർ സെൻട്രൽ ജയിൽ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സഹതടവുകാർ ഉൾപ്പെടെ പ്രതിയെ കയ്യേറ്റം ചെയ്യുമോ എന്നതടക്കമുള്ള സംശയം, അല്ലെങ്കിൽ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് അത്തരത്തിലുള്ള ഒരു നീക്കമുണ്ടായത്. വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മാറ്റിയത്. ഒപ്പം ഈ ജയിൽ മാറ്റ സമയത്തടക്കം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയോടുകൂടിയാണ് പ്രതിയെ മാറ്റിയത്. എന്തായാലും ഇന്ന് അപേക്ഷ നൽകും, കസ്റ്റഡിക്കായുള്ള അപേക്ഷ നൽകും. തിങ്കളാഴ്ചയോടുകൂടി തന്നെ കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് നടപടികളിലേക്ക് കടക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം.